1964 ജനുവരി 11 അന്നാണ് അമേരിക്കൻ ഗവൺമെന്റിന്റെ സർജൻ ജനറൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ ആ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ആ റിപ്പോർട്ടിലെ വരികളിതായിരുന്നു: പുകവലി ശ്വാസകോശ ക്യാൻസറിന് കാരണമാകുന്നു. ഇന്ന് 2026-ലിരിക്കുന്ന നമുക്ക് ഇതൊരു വലിയ കാര്യമായി തോന്നില്ല. കാരണം ഓരോ സിഗരറ്റ് പാക്കറ്റിലും ഭയപ്പെടുത്തുന്ന ചിത്രങ്ങളും മുന്നറിയിപ്പുകളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ 1964-ലേക്കൊന്ന് തിരിച്ചുപോയി നോക്കൂ. അതൊരു ബോംബ് സ്ഫോടനത്തിന് തുല്യമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് സിഗരറ്റ് എന്നത് ഒരു ലഹരി മാത്രമായിരുന്നില്ല, അതൊരു ലൈഫ് സ്റ്റൈലായിരുന്നു. ഡോക്ടർമാർ പോലും സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് വിശ്വസിച്ചിരുന്ന, ഗർഭിണികൾക്ക് പോലും മാനസികാശ്വാസത്തിന് സിഗരറ്റ് നിർദ്ദേശിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഈ ഒരൊറ്റ റിപ്പോർട്ടോടുകൂടി എല്ലാം മാറിമറിഞ്ഞു. പുകയില വ്യവസായം അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയി. ഏകദേശം $8 ബില്യൺ ആസ്തിയുള്ള ആ വ്യവസായം ചീട്ടുകൊട്ടാരം പോലെ തകരാൻ തുടങ്ങി. ഈ വ്യവസായത്തെ നമ്പി ജീവിച്ചിരുന്ന കർഷകരും തൊഴിലാളികളുമടക്കം 7.5 ലക്ഷത്തോളം കുടുംബങ്ങളുടെ വരുമാനം ഇല്ലാതാകുന്ന അവസ്ഥ. സിഗരറ്റ് കമ്പനികളുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. ഭൂരിഭാഗം കമ്പനികളും പൂട്ടിക്കെട്ടാൻ തയ്യാറെടുത്തു. ഇനി ആരും സിഗരറ്റ് വാങ്ങില്ല എന്ന് ലോകം വിധിയെഴുതി. പക്ഷേ ഈ വൻ തകർച്ചയ്ക്കിടയിലും അത്ഭുതകരമായ അല്ലെങ്കിൽ അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചു. വമ്പൻ കമ്പനികൾ പോലും തകർന്നു വീഴുമ്പോൾ വെറും 1% മാത്രം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഒരു ചെറിയ, അധികമാരും അറിയപ്പെടാത്ത ഒരു സിഗരറ്റ് കമ്പനി മാത്രം ഈ വാർത്തയ്ക്ക് ശേഷം റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. വെറും 1 വർഷം കൊണ്ട് അവർ ആരും തിരിഞ്ഞു നോക്കാത്ത ബ്രാൻഡിൽ നിന്നും ലോകത്തിലെ 4ാമത്തെ വലിയ സിഗരറ്റ് ബ്രാൻഡായി മാറി. അതുകൊണ്ടും തീർന്നില്ല. 1970-ൽ ടിവിയിൽ സിഗരറ്റ് പരസ്യങ്ങൾ നിരോധിച്ചപ്പോൾ ബാക്കിയുള്ളവർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ ഈ കമ്പനി വീണ്ടും വളർന്നു. ഒടുവിൽ അവർ ലോകത്തിലെ ഏറ്റവും വലിയ സിഗരറ്റ് നിർമ്മാതാക്കളായി മാറി. ഇന്ന് അവരുടെ വലിപ്പം എത്രയാണെന്നോ, അവരുടെ തൊട്ടു താഴെയുള്ള 10 എതിരാളികളെ ഒന്നിച്ചു ചേർത്താൽ പോലും ഈ ഒരൊറ്റ കമ്പനിയുടെ അടുത്തെത്തില്ല. ഏതാണ് ആ ബ്രാൻഡെന്നല്ലേ? അതാണ് മാർബറോ. ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. സ്വന്തം ബിസിനസിനെ കൊല്ലാൻ വന്ന ഒരു റിപ്പോർട്ടിനെയും ഗവൺമെന്റ് കൊണ്ടുവന്ന കടുത്ത നിരോധനങ്ങളെയും എങ്ങനെയാണ് ഇവർ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയത്? എങ്ങനെയാണ് ഈ ബ്രാൻഡ് $58 ബില്യൺ സാമ്രാജ്യമായി വളർന്നത്? ഇതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. മനുഷ്യരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിപരമായ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രം. അതിനെ വിളിക്കുന്ന പേരാണ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. എന്താണ് ഈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്? ഇത് വലിയൊരു ബിസിനസ് ടേമൊന്നുമല്ല. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് അമേരിക്ക വരെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു ഉദാഹരണം എടുക്കാം. നിങ്ങളൊരു 90s കിഡാണെങ്കിൽ, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കളി കണ്ട് വളർന്ന ആളാണെങ്കിൽ ഉറപ്പായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു MRF ബാറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും അത് വാങ്ങിയിട്ടുണ്ടാകും. സ്കൂൾ ഗ്രൗണ്ടിൽ ആ ബാറ്റ് കൊണ്ടുവരുന്നവനായിരുന്നു അന്ന് രാജാവ്. ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ ആ ബാറ്റ് വാങ്ങാൻ സ്പോർട്സ് കടയിൽ പോയപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വില്ലോ എന്താണെന്നോ കാശ്മീർ വില്ലോ എന്താണെന്നോ വല്ല ധാരണയുണ്ടായിരുന്നോ? ഇല്ല. ആ ബാറ്റ് ഏത് തടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ നോക്കിയോ? ഇല്ല. ബാറ്റിന്റെ ബാലൻസോ വെയിറ്റോ നിങ്ങൾ നോക്കിയോ? അതുമില്ല. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ബാറ്റായിരുന്നു. അവിടെ കടക്കാരൻ 2 ഓപ്ഷൻ വെക്കുന്നു. 1, സ്റ്റിക്കറൊന്നുമില്ലാത്ത എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള സാധാ ബാറ്റ്. 2, ചുവക്കും കറുപ്പും നിറത്തിലുള്ള MRF സ്റ്റിക്കർ ഒട്ടിച്ച ബാറ്റ്. കണ്ണും പൂട്ടി നിങ്ങൾ MRF ബാറ്റ് തിരഞ്ഞെടുത്തു, അല്ലേ? വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിൽ പലരും ആ സത്യം തിരിച്ചറിഞ്ഞത്. MRF എന്ന് വെച്ചാൽ മദ്രാസ് റബ്ബർ ഫാക്ടറി എന്നും, അവർ ലോറിയുടെയും കാറിന്റെയും ടയർ ഉണ്ടാക്കുന്ന കമ്പനിയാണെന്നും, അവർക്ക് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മാണവുമായി ഒരു ബന്ധവുമില്ല എന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. അവർ വെറുതെ സച്ചിൻ ടെണ്ടുൽക്കറെ സ്പോൺസർ ചെയ്തു എന്ന് മാത്രം. സച്ചിൻ ഉപയോഗിച്ചിരുന്ന ബാറ്റ് യഥാർത്ഥത്തിൽ വാമ്പയർ അല്ലെങ്കിൽ ബാസ് പോലുള്ള കമ്പനികളുടേതായിരുന്നു. അതിൽ പണം കൊടുത്ത് MRFന്റെ സ്റ്റിക്കർ ഒട്ടിച്ചു എന്ന് മാത്രം. ഇതേ കാര്യം തന്നെയാണ് പിന്നീട് ധോനി വന്നപ്പോൾ റീബോക്കിന്റെ കാര്യത്തിലും സംഭവിച്ചത്. ഷൂസും ടീഷർട്ടും ഉണ്ടാക്കുന്ന റീബോക്ക് എങ്ങനെയാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ആരും ചിന്തിച്ചില്ല. ധോനി പിടിക്കുന്നുണ്ടോ? എങ്കിൽ എനിക്കും വേണം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുട്ടികൾ മണ്ടന്മാരായിരുന്നു. ഒരു ടയർ കമ്പനിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച ഡാറ്റ് വാങ്ങാൻ മാത്രം നമ്മൾ വിഡ്ഢികളായിരുന്നു? അല്ല. ഇവിടെയാണ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ മാജിക് നടക്കുന്നത്. നമ്മളെല്ലാവരും സച്ചിനെ ആരാധിച്ചിരുന്നു. സച്ചിനെ പോലെ ആകാൻ ആഗ്രഹിച്ചിരുന്നു. ടിവിയിൽ സച്ചിൻ ആ ബാറ്റ് കൊണ്ട് ഷാർജയിൽ 6 അടിക്കുമ്പോൾ നമ്മുടെ സിരകളിൽ ചോര തിളച്ചിരുന്നു. ആ MRF ബാറ്റ് കടയിൽ നിന്ന് വാങ്ങി കയ്യിലെടുക്കുമ്പോൾ ഉപബോധത്തിൽ നമുക്ക് തോന്നിയിരുന്നത് നമ്മളും സച്ചിനെ പോലെ ആയി എന്നൊരു തോന്നലാണ്. സച്ചിൻ പിടിക്കുന്ന അതേ ബാറ്റാണ് നമ്മുടെ കയ്യിലും ഇരിക്കുന്നത് എന്നൊരു തോന്നൽ. നമ്മൾ വെറുമൊരു കുട്ടിയല്ല, മറിച്ച് സച്ചിന്റെ ഒരു ചെറിയ പതിപ്പാണ് എന്നൊരു ആത്മവിശ്വാസം. അതുകൊണ്ട് സത്യത്തിൽ നമ്മൾ അവിടെ പണം കൊടുത്തു വാങ്ങിയത് ആ തടിക്കഷ്ണമായിരുന്നില്ല, മറിച്ച് നമ്മുടെ ആരാധനാപാത്രമായ സച്ചിനുമായിട്ടുള്ള ആ കണക്ഷനായിരുന്നു. സച്ചിന്റെ വിജയിയുടെ ലൈഫ് സ്റ്റൈലായിരുന്നു നമ്മൾ വാങ്ങിയത്. ഇതിനെയാണ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഉൽപ്പന്നത്തെക്കാൾ ഉപരി ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തെയും ജീവിത രീതിയെയും വിൽക്കുക. ഇതേ തന്ത്രം തന്നെയാണ് അമേരിക്കയിൽ നൈക്ക് മൈക്കിൾ ജോർദാനെ വെച്ച് ചെയ്തത്. എയർ ജോർദാൻ ഷൂസുകൾ ഇന്നും കോടികൾ വിറ്റഴിക്കുന്നത് മൈക്കിൾ ജോർദാന്റെ കളി കണ്ടിട്ടല്ല, മറിച്ച് ആ പേരിനോടുള്ള ആരാധന കൊണ്ടാണ്. ആ ഷൂസ് ഇട്ടാൽ താനും മൈക്കിൾ ജോർദാനെ പോലെ പറക്കാൻ കഴിയുമെന്ന് ആളുകൾ വെറുതെയെങ്കിലും ആഗ്രഹിക്കുന്നു.
ഇനി നമുക്ക് മാർബറോയുടെ കഥയിലേക്ക് തിരിച്ചുവരാം. ഈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഇവർ എങ്ങനെയാണ് ഉപയോഗിച്ചത്? 1964 ആ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് മാർബറോ എന്നത് വളരെ ചെറിയൊരു ബ്രാൻഡായിരുന്നു. ഏറ്റവും രസകരമായ കാര്യമെന്തെന്നോ, അതൊരു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സിഗരറ്റായിരുന്നു. മെയ് മാസം പോലെ മൃദുലമായത് എന്നായിരുന്നു അവരുടെ ടാഗ് ലൈൻ. സിഗരറ്റ് വലിക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് പറ്റിപ്പിടിക്കാതിരിക്കാൻ അവർ ഫിൽട്ടറിൽ ചുവപ്പ് നിറം പോലും നൽകിയിരുന്നു. അതുകൊണ്ടുതന്നെ പുരുഷന്മാർ മാർബറോ വലിക്കാൻ മടിച്ചിരുന്നു. എന്നാൽ സിഗരറ്റ് ക്യാൻസർ ഉണ്ടാക്കും എന്ന വാർത്ത വന്നതോടെ ആരും സിഗരറ്റ് വാങ്ങാതായി. പ്രത്യേകിച്ചും ഫിൽട്ടർ ഇല്ലാത്ത സിഗരറ്റുകൾ അപകടകാരികളാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. ഇവിടെയാണ് മാർബറോയ്ക്കൊരു അവസരം ലഭിച്ചത്. മാർബറോയ്ക്ക് നേരത്തെ തന്നെ ഫിൽട്ടർ ഉണ്ടായിരുന്നു. പക്ഷേ പ്രശ്നമതല്ല, ഫിൽട്ടറുള്ള സിഗരറ്റ് വലിക്കുന്നത് പൗരുഷത്തിന് കുറച്ചിലാണ് എന്നൊരു ധാരണ അന്നത്തെ പുരുഷന്മാർക്കിടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് മാർബറോയുടെ ഉടമകളായ ഫിലിപ്പ് മോറിസ് ഒരു പ്രതിസന്ധിയിലായി. അവർക്ക് മുന്നിൽ 2 വെല്ലുവിളികളുണ്ടായിരുന്നു. 1, സിഗരറ്റ് ആരോഗ്യത്തിന് കുഴപ്പമില്ല എന്ന് വരുത്തി തീർക്കണം. 2, ഫിൽട്ടറുള്ള സിഗരറ്റ് വലിക്കുന്നത് പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും ചെയ്യുമെന്ന് തെളിയിക്കണം. ഇതിനായി അവർ സമീപിച്ചത് ലിയോ ബെർണറ്റ് എന്ന ഇതിഹാസ പരസ്യ കമ്പനിയെയാണ്. അവർ സിഗരറ്റിനെ ന്യായീകരിക്കാൻ പോയില്ല, അവർ കണക്കുകൾ നിരത്തിയില്ല. പകരം അവരൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു. ഏതൊരു പുരുഷനും ആകാൻ ആഗ്രഹിക്കുന്ന പൗരുഷത്തിന്റെ പ്രതിമാനമായ ഒരു കഥാപാത്രം. അവർക്ക് പേരിട്ടു ദ മാൾബറോ മാൻ. ആരായിരുന്നു ഈ മാൾബറോ മാൻ? അവർ പല വേഷങ്ങളും പരീക്ഷിച്ചു. പൈലറ്റ്, സൈനികൻ, കപ്പൽ ക്യാപ്റ്റൻ. എന്നാൽ ഒടുവിൽ അവർ ഉറപ്പിച്ചത് കൗബോയ് എന്ന വേഷമാണ്. എന്തുകൊണ്ട് കൗബോയ്? കാരണം അമേരിക്കൻ വൈൽഡ് വെസ്റ്റിലെ കൗബോയ് എന്നത് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്. അയാൾക്ക് ബോസില്ല, അയാൾക്ക് ടൈം ടേബിൾ ഇല്ല. അയാൾ പ്രകൃതിയോട് മല്ലിട്ട് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന, വെയിൽ കൊണ്ട് കരുവാളിച്ച, മസിലുകളുള്ള, ആരെയും കൂസാത്ത ഒരു മനുഷ്യനാണ്. അന്നത്തെ കാലത്തെ പുരുഷന്മാർ എന്നിന്നും ഇടുങ്ങിയ ഓഫീസുകളിലെ ക്യൂബിക്കിളുകളിലിരുന്ന് ബോസിന്റെ തെറിയും കേട്ട് മടുത്തിരിക്കുകയായിരുന്നു. അവർക്ക് ഈ കൗബോയിയെ കണ്ടപ്പോൾ വല്ലാത്തൊരാകർഷണം തോന്നി. എനിക്കും ഇവനെപ്പോലെ ആകണം, എനിക്കും ഈ സ്വാതന്ത്ര്യം വേണം, എനിക്കും ആരുടെയും കീഴിലില്ലാതെ ജീവിക്കണം. മാർബറോ പരസ്യങ്ങളിൽ അവർ കാണിച്ചത് സിഗരറ്റ് ആയിരുന്നില്ല, മനോഹരമായ പർവ്വതങ്ങളും കുതിരകളും സൂര്യാസ്തമയവും അതിനിടയിൽ നിൽക്കുന്ന കൗബോയിയും മാത്രം. പശ്ചാത്തലത്തിൽ മാഗ്നിഫിസന്റ് 7 എന്ന സിനിമയിലെ ഗംഭീരമായ സംഗീതവും. ഇത് കണ്ട പുരുഷന്മാർക്ക് തോന്നി, ഈ മാർബറോ വലിച്ചാൽ ഞാനും ആ കൗബോയിയെപ്പോലെ കൂളാകും, കരുത്തനാകും എന്ന്. ഫലം, 1 വർഷത്തിനുള്ളിൽ മാർബറോയുടെ വിപണി വിഹിതം 1% നിന്നും കുതിച്ചുയർന്നു. അവർ ലോകത്തിലെ 4ാമത്തെ വലിയ ബ്രാൻഡായി. 1970-ൽ ടിവിയിൽ സിഗരറ്റ് പരസ്യങ്ങൾ നിരോധിച്ചപ്പോൾ ബാക്കിയുള്ളവർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നു. പക്ഷേ മാർബറോയ്ക്ക് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. കാരണം അവർ വിറ്റത് സിഗരറ്റ് ആയിരുന്നില്ല, ആ കൗബോയിയെ ആയിരുന്നു. ടിവിയിൽ നിന്ന് പത്രങ്ങളിലേക്കും മാഗസീനുകളിലേക്കും മാറാൻ അവർക്ക് എളുപ്പമായിരുന്നു. ചുവന്ന പശ്ചാത്തലത്തിൽ ആ കൗബോയിയുടെ ഒരു ചിത്രം മാത്രം മതിയായിരുന്നു ആളുകൾക്ക് കാര്യം മനസ്സിലാകാൻ. ഇതാണ് മാർബറോ കൺട്രി എന്നവർ വിശ്വസിച്ചു. അങ്ങനെ നിരോധനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മാർബറോ ഒരു ഇതിഹാസമായി മാറി. സുഹൃത്തുക്കളെ, ഇതൊരു പഴയ കഥയാണെന്ന് കരുതി തള്ളിക്കളയരുത്. ഇന്നും ഈ നിമിഷവും നമ്മൾ ഓരോരുത്തരും ഇതേ തന്ത്രത്തിന് ഇരയാകുന്നുണ്ട്. ഇന്ന് ടിവിയിൽ സിഗരറ്റ് പരസ്യങ്ങളില്ലായിരിക്കാം, പക്ഷേ പോപ്പ് കൾച്ചറിലൂടെ അത് നമ്മുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. ഒന്ന് ചിന്തിക്കുക, സിനിമകളിൽ നായകന്മാർ സിഗരറ്റ് വലിക്കുന്നത് എപ്പോഴാണ്? അവൻ ജയിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ വലിയൊരു ടെൻഷനിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ മാസ് കാണിക്കുമ്പോൾ. ജെയിംസ് ബോണ്ട് സിനിമകൾ കാണുമ്പോൾ സ്യൂട്ടും കോട്ടുമിട്ട് കൂളായി സിഗരറ്റ് വലിക്കുന്ന നായകനെ കാണുമ്പോൾ നമുക്ക് എന്തു തോന്നും? ഇതാണ് ക്ലാസ്. അല്ലെങ്കിൽ കബീർ സിംഗ്, KGF, ആനിമൽ പോലുള്ള സിനിമകൾ ദാടിയും മുടിയും വളർത്തി ആരെയും വകവയ്ക്കാതെ ബുള്ളറ്റിൽ കറങ്ങി ചെയിൻ സ്മോക്കറായി നടക്കുന്ന നായകനെ കാണുമ്പോൾ കൗമാരക്കാർക്ക് തോന്നുന്നത് ഇതാണ് മാസ്, ഇതാണ് ആണുങ്ങൾ എന്നാണ്. ഇവിടെയും നടക്കുന്നത് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് തന്നെയാണ്. ഈ കമ്പനികൾ ചെയ്യുന്നത് വളരെ ലളിതമായ എന്നാൽ ക്രൂരമായൊരു കാര്യമാണ്. അവർ നിങ്ങളുടെ അരക്ഷിതാവസ്ഥകളെ ചൂഷണം ചെയ്യുന്നു. നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവാണോ? നിങ്ങൾ കാണാൻ മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇതുപയോഗിക്കൂ. നിങ്ങളൊരു ആൽഫ മെയിലായി മാറും. പെൺകുട്ടികൾ നിങ്ങളെ ശ്രദ്ധിക്കും, കൂട്ടുകാർ നിങ്ങളെ ബഹുമാനിക്കും എന്ന് അവർ നമ്മളെ വിശ്വസിപ്പിക്കുന്നു. പക്ഷേ സത്യമെന്താണ്? നമ്മുടെ അറിവില്ലായ്മ കാരണം നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മുടെ അരക്ഷിതാവസ്ഥകൾ ഉപയോഗിച്ച് അവർ കോടികൾ ഉണ്ടാക്കുന്നു. പകരം അവർ നമുക്ക് തരുന്നതെന്താണ്? ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളും ഒരിക്കലും വിട്ടുപോകാത്ത ആസക്തിയും ഒരിക്കലും അവസാനിക്കാത്ത സോഷ്യൽ വാലിഡേഷൻ ആഗ്രഹവും മാത്രം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഒരു കാര്യം വാങ്ങുമ്പോഴോ ഒരു ശീലം തുടങ്ങുമ്പോഴോ ഒന്ന് ചിന്തിക്കുക. നിങ്ങളത് ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണോ? അതോ ഏതെങ്കിലും പരസ്യത്തിലോ സിനിമയിലോ കണ്ട് ഇതാണ് സ്റ്റൈൽ എന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണോ? ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ എനിക്ക് തരാനുള്ള ഉപദേശം ഇതാണ്: നിങ്ങൾ എത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയാലും അത് നിങ്ങളെ സന്തോഷിപ്പിക്കില്ല. അത് നിങ്ങളെ ഒരു മികച്ച മനുഷ്യനാക്കില്ല. യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് നിങ്ങളുടെ കുറവുകളെയും അരക്ഷിതത്വങ്ങളെയും നിങ്ങൾ അംഗീകരിക്കുമ്പോഴാണ്. ഇതുപോലത്തെ കിടുക്കാച്ചി ബിസിനസ് ആൻഡ് സൈക്കോളജി സ്റ്റോറികൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, അടുത്ത ആഴ്ച ഇതിലും വലിയൊരു വിഷയവുമായി വരാം. ബൈ ബൈ.